പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണ തുമ്പി പാട്ടൊക്കെ പാടി. ഞാനേ ഇതിന് പൂക്കളത്തിന് പൂ ബുക്ക് ചെയ്യാൻ പോയതാണ്. ഓണം സെലിബ്രേഷൻ ഉണ്ടോ? ജിമ്മിൽ ഓണം സെലിബ്രേഷൻ. ജിമ്മിലാ? അതെന്ത് പറ്റി ജിമ്മിലേക്ക് മാറ്റി? എന്താ ഞങ്ങൾക്ക് ഓണം സെലിബ്രേറ്റ് ചെയ്യും, മസിൽമാന്മാരുടെ ഓണം സെലിബ്രേഷൻ ആണോ? ഷോയൊക്കെ ഉണ്ടോ? ഷോയൊന്നുമില്ല, അതിന് ജിമ്മെന്ന് മാത്രമേ പേരുള്ളൂ. എല്ലാത്തിനും മറ്റേ രാവിലെ 5 മണിക്ക് വരും, 7 മണിയാകുമ്പോൾ മന്തിക്കടയ്ക്ക് കയറും. പിന്നെ ഇവനൊക്കെ എങ്ങനെ ബോഡി ഉണ്ടാവാനാണ്? തീറ്റയോട് തീറ്റ. സാധാരണ ജിമ്മിൽ ചെന്ന് കഴിഞ്ഞാൽ എന്തൊക്കെയാ കേൾക്കുക, എങ്ങനെ വർക്കൗട്ട് ചെയ്യണം, എന്ത് ചെയ്യണം, ഇതങ്ങനെയല്ല. രാവിലെ 6 മണിയാകുമ്പോൾ മെസ്സേജ് വരും, ഇന്ന് ഗോഡ്വിൻ ചേട്ടന്റെ വക ചിലവാണ്, ഇന്ന് കമൽജിയുടെ ചിലവാണ്. പക്ഷെ ഇപ്രാവശ്യം ഞങ്ങൾ പൊളിക്കുന്നുണ്ട്. എന്തൊക്കെ പരിപാടി ഉണ്ടോ ഇപ്രാവശ്യം? കമ്മിറ്റിക്കാരുടെ കണക്ക് അവതരിപ്പിക്കലും ഞങ്ങളുടെ വക ഡംബലിന്റെ എററുണ്ട്. സ്വാഭാവികം. എന്താ കാര്യം എന്നറിയോ? ഒരിക്കലും ഇവന്മാരുടെ കണക്ക് ഒക്കൂല, റെസീറ്റ് ബുക്കിലെ കണക്ക് ഒക്കൂല. അതാണ്. അതുകൊണ്ട് ഞങ്ങളുടെ വക ഡംബിളിന് എറുണ്ടാവും. അത് കഴിഞ്ഞിട്ടുള്ള കലപരിപാടികൾ. അത് കഴിഞ്ഞിട്ട് വടംവലിയുണ്ട്, പിന്നെ മാവേലി ഉണ്ട്. ആരാ മാവേലി അറിയ പ്രാവശ്യം? ആശാൻ. ഏത് കേണലാ? യെസ്, ദ റിട്ടയർഡ് കേണൽ, ദ ജെന്റിൽമാൻ. ഒന്ന് പോയിക്കാടാ. അങ്ങേര് എപ്പോഴും വടി പോലെ നിന്ന് എല്ലാവരും വിറപ്പിച്ച് നിൽക്കണ. ഇടേ, അങ്ങേര് ഇന്ത്യൻ മിലിറ്ററിയിൽ വിറപ്പിച്ച് നിൽക്കുന്ന സിംഹമാണ്. അതെ, അയാളെ വിറപ്പിക്കുന്ന ഒരു സിംഹത്തെ ഞാൻ കണ്ടുപിടിച്ചു. സിംഹം ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്, ബ്രണ്ട്. നമ്മുടെ പ്രൈം മിനിസ്റ്റർ പറയുന്ന പോലെ ട്രംപ് മൈ ബ്രണ്ട്. അതാരാണ്? ചേച്ചി. ആ ചേച്ചിയാ? കേണലി. അതെന്ത് പറ്റിയടാ? പക്ഷെ അവര് ഒരു പാവം ചേച്ചി. പാവം ചേച്ചി. നിനക്ക് അവരെ പറ്റി അറിഞ്ഞൂടായിട്ടാണ്. എന്താണ്? എടാ, ഈ കാട്ടിലെ സിംഹത്തിന് ആവക്കൂടി പേടിയുള്ളൊരു ജീവി എന്താണെന്നറിയാം? അതിൻ്റെ പെൺസിംഹത്തെ. സംഭവം സിംഹമൊക്കെ തന്നെയാണ്, എഴുന്നേറ്റ് നിന്ന് ഗർജിക്കുകയൊക്കെ ചെയ്യും, മറ്റുള്ള മൃഗങ്ങളെ ഓടിക്കും പേടിപ്പിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ വീട്ടിൽ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ. അല്ലടാ, പക്ഷെ എങ്ങനെ പുള്ളിനെ മെരുക്കി? അതാണ് നിനക്കറിയില്ല. ഞാനൊരു സൈക്കോളജിസ്റ്റ് മാത്രമല്ല, ഞാൻ മഹാ ഊളയും കൂടിയാണ്. അത് മനസ്സിലാക്കുക. എനിക്ക് ടെക്നിക്കലി കുറച്ച് കാര്യങ്ങൾ അറിയാം. അത്യാവശ്യം ഹാക്കിങ്ങും, അത്യാവശ്യം ലൈവ് ചെയ്യാനും, അത്യാവശ്യം ക്യാമറയും എഡിറ്റിങ്ങും എല്ലാ പണിയും എനിക്കറിയാമല്ലോ. ഞാൻ എല്ലാ പണിയും പഠിച്ചിട്ട് തന്നെയാണ് വന്നേക്കുന്നത്. അങ്ങനെ ഇരുന്നപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ അതിൽ പോയപ്പോഴേ സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വീട്ടിലെ CCTV കംപ്ലൈൻറ്റാണ്, ഒന്ന് നോക്കാൻ പറഞ്ഞു. ഞാൻ പാവം, എൻ്റെ നല്ല മനസ്സുകൊണ്ട് ഞാൻ ആ CCTV ഒന്ന് നോക്കിയപ്പോൾ അതിൻ്റെ ഹാർഡ് ഡിസ്കിൻ്റെ ഹാർഡ്വെയറിൻ്റെ എന്തോ കംപ്ലൈൻറ്റ്. ഞാൻ പറഞ്ഞു, സാറേ അതിൻ്റെ ഹാർഡ്വെയർ കംപ്ലൈൻ്റ് ആണ്, ഞാൻ മറ്റേ ബിബിനെ വിടാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, വേണ്ട നീ തന്നെ നോക്ക്. ഞാൻ പറഞ്ഞു, അത് ചിലപ്പോൾ മാറ്റേണ്ടി വരും, എങ്കിൽ മാറ്റുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാനിത് എടുത്തോണ്ട് പോയിട്ട് മാറ്റണം. അത് അല്ല, എനിക്കിത് എന്താ സാധനം എന്നറിയില്ല, ഇതപ്പോൾ കൊണ്ട് കാണിച്ചാലേ അറിയുള്ളൂ. അപ്പോൾ പുള്ളി പറഞ്ഞു, പുള്ളിക്കാരി അകത്തെന്ന് പറഞ്ഞു, എങ്കിൽ മോൻ കൊണ്ടുപോടാ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരി സാർ, ഞാൻ കൊണ്ടുപോയിട്ട് പെട്ടെന്ന് തന്നെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കത് കൊണ്ടുപോയപ്പോൾ എനിക്കൊരു രസം തോന്നി. ഇത് ഹാർഡ്വെയർ എന്തായാലും അങ്ങനെ വർക്കാവാണ്ട ചാൻസ് ഇല്ല. ഞാൻ ബിബിനെ വിളിച്ചു, ബിബിൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നീ നിൻ്റെ മെഷീനിൽ കുത്തിയിട്ടൊന്ന് ചെക്ക് ചെയ്യും, ചിലപ്പം ഒന്ന് ഇത് ഹാർഡ്വെയർ റീസെറ്റ് ചെയ്താൽ എല്ലാം ഒന്ന് അഴിച്ചിട്ട് ഒന്ന് ക്ലിയർ ചെയ്തിട്ടിട്ട് ഡസ്റ്റ് കയറിയതിൻ്റെ കുഴപ്പമായിരിക്കുന്നു. ഞാൻ കൊണ്ട് അഴിച്ചപ്പോഴത്തേക്കും ഞാൻ ചുമ്മാ എൻ്റെ മെഷീനിൽ കണക്ട് ചെയ്തതാണ്. കണക്ട് ചെയ്തപ്പോഴല്ലേ ഈ സിംഗം, ദാറ്റ് സിംഗം, നാട്ടുകാരെ വിറപ്പിക്കുന്ന സിംഗം, ദ അസോസിയേഷൻ സിംഗം, ദ കേണൽ, ദ സിംഗം. ആലോചിച്ചോ? പള്ളിയെ മൊത്തം വിറപ്പിക്കുന്ന ഈ മനുഷ്യൻ, ജിമ്മിനെ വിറപ്പിക്കുന്ന ഈ മനുഷ്യൻ പാവാട എടുത്ത് വെച്ചിട്ട് പെൺപിള്ളയുടെ മുമ്പ് ചെയ്തത് ഏത്തോട് ഒന്ന് പോയി. കാര്യം പറഞ്ഞതാ, ഒന്നും പറയണ്ട. എന്താ കാര്യം? ഇയാളെടുത്ത് പറഞ്ഞേക്കണെന്ന് പറഞ്ഞാൽ നിങ്ങൾ കൂട്ടുകാരുടെ കൂടി അലമ്പാകുന്നു. കൂട്ടുകാരാരാടാ? നീയൊക്കെയല്ലേ? ഒന്ന് ഞാൻ ഓക്കെ, ഞാൻ സീനിയർ സിറ്റിസൺ, സമ്മതിച്ചു. നമ്മുടെ ഏജ് അത്രയുണ്ട്, ഞാൻ സമ്മതിച്ചു. ബാക്കിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും മറ്റേ ഇഞ്ചി മുട്ടായി വാങ്ങി വെച്ചിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ അൽക്കു പോലെയുള്ള കുഞ്ഞു സാധനങ്ങൾ, ഇതൊക്കെയാണ് കൂട്ടുകാരെന്ന് പറയുന്നത്. അവരാണ് ചീത്തയാക്കുന്നത്. അവരെല്ലാം കൂടി ചീത്തയാക്കുന്നതെന്ന് പറഞ്ഞു വെച്ചിട്ട് എവിടെ പോയി ഒരു പെഗ് കേണലടിച്ചിട്ട് വീട്ടിൽ ചെന്നപ്പം രസം എന്താണെന്ന് അറിയാം, പുള്ളിക്കാരിയോട് ചോദിക്കാതെ വെള്ളം അടിച്ചതിനുള്ള പണിഷ്മെന്റാണ് ഈ മനുഷ്യനിട്ട് ഏത്തമിടുന്നത്. എന്നിട്ട് നിങ്ങൾ ആലോചിച്ചോണം, ഈ പെണ്ണുമ്പിള്ള എഴുന്നേറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ 8 മണിക്ക്, ഇയാള് 6 മണിക്ക് എഴുന്നേറ്റ് വെച്ചിട്ട് ദോശ ഉണ്ടാക്കണം, തുണി അലക്കണം, ഫുള്ള് അടുക്കളപ്പണി പുള്ളിയാണ്. ഈ വീഡിയോ ഞാൻ ഇങ്ങോട്ട് എടുത്തു വെച്ചിട്ട് ഇവര് തമ്മിലുള്ള സ്നേഹ സംഭാഷണം, ഇടയ്ക്ക് ബീപ് ബീപ് സൗണ്ട് ഇടണമെന്ന് നമ്മുടെ സെൻസർ ബോർഡ് നിയമമുണ്ട്, തെറിയൊക്കെ വിളിക്കുമ്പോൾ.
എടോ മറ്റേ ഇത് പീന്ന് മാത്രമേ ഉള്ളൂ, ഒച്ച മാത്രമേ ഉള്ളൂ. ഇയാളുടെ കുഴി കിടക്കുന്ന തള്ളച്ചേ വരെയാ പറയണത്. അമ്മാതിരി ആ ചേച്ചി എന്ത് ഭക്തിയും കാര്യങ്ങളും പള്ളിയിലേക്ക് ഏറ്റവും മുമ്പിൽ വന്നിട്ട് കാര്യം മനസ്സിലാക്കുക. ഈ എന്ത് സാധനം ഓവറായിട്ട് കാണിക്കുന്നുണ്ടോ അതെല്ലാം ഉടായിപ്പായിരിക്കും. ഞാൻ എല്ലാവരുടെ അടുത്തും എന്നെ അധികം വിശ്വസിക്കില്ലെന്ന് പറയുന്നത്, ഞാൻ എല്ലാവരുടെ അടുത്തും വളരെ എളിമയോടും താഴ്മയോടെ സംസാരിക്കും. എനിക്കേ അറിയുള്ളൂ ഞാൻ ആരാണ്. അത് ശരിയാ. ഞാൻ എല്ലാവരുടെ അടുത്തും പറയുന്നത്, എടാ എന്റെ വിനയം ഒന്നും കണ്ടിട്ട് നിങ്ങൾ ഇടപെടല്ലേ, എന്റെ ഉള്ളിൽ വേറൊരാളിരിപ്പുണ്ട്, അയാളെ മറച്ചു വെക്കാനായിട്ടാണ് ഞാൻ ഈ സൈസ് കളിക്കുന്നത്. ഞാൻ മറ്റേ സൈക്കോളജി പഠിക്കാൻ പോയപ്പോൾ ഞങ്ങൾക്ക് ട്രെയിനിങ് തന്നു വിട്ടേക്കണത് അങ്ങനെ പാടുള്ളൂ, അങ്ങനെയുള്ള ഇതാണ്. അതുപോലെ ഈ മറ്റേ വലിയ അച്ചടക്കത്തിലും നാടിനെ വിറപ്പിക്കുന്ന പോലീസുകാരെയൊക്കെ ഉണ്ടല്ലോ, ഇവന്റെയൊക്കെ പിന്നിൽ ഇതുപോലൊരു അടുക്കള കഥയുണ്ടോ, വീട്ടിൽ ചെന്ന് കട്ടിലെ പിടിച്ച് കാലെ പിടിച്ച് കരയണ കഥ. അത് നീ പുള്ളിനെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടാണ് മാവേലിയാക്കിയത്? ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടൊന്നുമല്ല. അയ്യോ അങ്ങനത്തെ ചീപ്പ് പരിപാടി. ഞങ്ങൾ എന്ത് സാധനം കണ്ടാലും ഞങ്ങളുടെ ചേക്ക് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ജിമ്മിന്റെ യൂണിറ്റ് ഉണ്ട്, ചേക്ക്. നിങ്ങളുടെ ഗ്രൂപ്പുകൾ? അതെ, ചേക്കിന്റെ മുതലൊന്നും ചേക്ക് വിട്ട് പുറത്തു പോകില്ല. ചേക്കിലെ കള്ളന്മാരാ ഞങ്ങള്. പതുക്കെ എടുത്ത് ചേക്കിലെ ഗ്രൂപ്പിൽ ഇട്ട് കൊടുത്തു. ഈടാ അത് കുറെ ആൾക്കാരില്ല ഗ്രൂപ്പില്? 10-300 പേരേ ഉള്ളൂ. നിസ്സാരം 300 പേര്. എന്നിട്ട് ഞാൻ സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ സാധനം സാറിനും കൊടുത്തു വെച്ചിട്ട് സാറിൻ്റെ അടുത്ത് പറഞ്ഞു, മര്യാദയ്ക്ക് ഇപ്രാവശ്യം ഞങ്ങളുടെ പ്രോഗ്രാമുകൾക്കും പ്രോജക്റ്റുകൾക്കും നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിൽ ഈ സാധനം ഞങ്ങൾ യൂട്യൂബിൽ റീൽസ് ആക്കി ഇടും, ഒറിജിനൽ വീഡിയോസ്, നോ എഡിറ്റ് നോ കട്ട്സ്. കേണൽ മേടിച്ച് ഇപ്പം ഞാൻ കേണലിൻ്റെ അടുത്ത് ഇങ്ങോട്ട് വാ എന്ന് പറയണ്ട, ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ആ പരുവത്തിലായി. അതുകൊണ്ട് ഞാൻ പറയണത്, നിങ്ങളെ ഏറ്റവും പേടിപ്പിച്ച് ഭരിപ്പിക്കുന്ന ഒരാൾക്ക് ഒരു നെഗറ്റീവ് സൈഡ് ഉണ്ടാവും. ഈവൻ ഹിറ്റ്ലറിന് പോലും അയാളുടെ നെഗറ്റീവ് സൈഡ് ഉണ്ടായിരുന്നു. മനസ്സിലായില്ല? അയാള് ജൂതന്മാരെ നിഷ്കാസനം ചെയ്ത് എല്ലാത്തിനെയും നശിപ്പിച്ചും എല്ലാരെയും വിറപ്പിച്ച് ഭരിച്ചപ്പോഴും അയാൾ പേടിക്കുന്ന ഒരു സംഭവമുണ്ട്. അത് അയാളുടെ അടുത്ത് നിൽക്കുന്നവർക്ക് അറിയുള്ളൂ. അത് ബുദ്ധിമാൻ ആരാണോ എന്ത് ചെയ്യുന്നത് അത് കണ്ടുപിടിക്കും. അവിടെയാണ് വിജയിക്കുക. അതാണ് പുള്ളി ഈ പ്രശ്നം മാവേലി. അതെ. ഇപ്പം നീ എന്തുകൊണ്ടാണ് ഈ നേരത്തെ വീട്ടിൽ കയറുന്നത് എന്നുള്ള രഹസ്യവും എനിക്കറിയാം. എന്താണെന്നറിയോ? എന്താ 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 ഞാനൊന്നും പറയുന്നില്ല. നീ ഉപയോഗിക്കുന്നത് എൻ്റെ ലാപ്ടോപ്പ് അല്ലേ, അതിൻ്റെ ക്യാമറ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മൊബൈലിൽ വരും.